ഹലോ, ഇന്നൊരു സൺഡേ വ്ളോഗാണേ. ആദ്യം അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുടിച്ച് തന്നെ തുടങ്ങാം. ഞാൻ ഈ ശീലമൊക്കെ അടുത്തിടേട്ടോ തുടങ്ങിയത്. നടുവേദനയായിട്ട് ഡോക്ടർ കണ്ടപ്പോഴാണ് ഡോക്ടർ എൻ്റെ അടുത്ത് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ പറഞ്ഞത്. പിന്നെ കുടിച്ചു തുടങ്ങിയപ്പോൾ നല്ല മാറ്റമുണ്ട്. നടുവേദനയ്ക്കല്ല കേട്ടോ, മുഖക്കുരുവിന്. ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വെള്ളം കുടി കുറവാണ്. അങ്ങനെയാണ് മുഖക്കുരുവൊക്കെ വരാൻ തുടങ്ങി. ആകെ മുഖക്കുരു വന്നാകെ പാടുകളൊക്കെ ആയി. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഞാൻ എന്തെങ്കിലും ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ എന്നൊക്കെ വെച്ചിട്ട് കുറേയൊക്കെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തു, എല്ലാം മാറ്റി മറിച്ചൊക്കെ നോക്കി. ഒന്നും നടന്നില്ല. ഈ വെള്ളം കൂടി കൂടിയപ്പോഴാണ് എൻ്റെ കുരുവൊക്കെ കുറഞ്ഞത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഇന്ന് അന്യ വരുന്ന ദിവസമാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഇടിയപ്പം മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞ് വരുന്നതല്ലേ, അതിൻ്റെ ഒരു സ്നേഹപ്രകടന. ഇവിടെ മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ തട്ടിക്കൂട്ടാം. പിന്നെ ഞങ്ങൾ 3 പേരും ഒരുമിച്ചുള്ള ദിവസമാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ. അതാ പഞ്ഞി വന്നേ. ഇവർ വരുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോഴേക്കും അവർ എത്തിയായിരുന്നു. പിന്നെ വന്നതിൻ്റെ വിശേഷം പറച്ചിൽ അങ്ങനെ കുറേ സമയം പോയി. പിന്നെ പോയി വന്നപ്പോഴാണെങ്കിൽ അവൾ എന്തൊക്കെയോ വാരി വലിച്ച് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കാണിച്ചു തരലും വിശേഷം പറച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ സൈഡിലോട്ട് മാറ്റി വെച്ച് ആദ്യം ഇതൊന്ന് റെഡിയാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കുക. അതിൻ്റെ പണി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തുടങ്ങാനായിട്ട്. അനിയനോടാണെങ്കിലും ഞാൻ കുളിക്കാൻ പറഞ്ഞിട്ടേ ഇന്നലെ കുളിച്ച കഥയും പറഞ്ഞ് നിൽക്കുക. ഇന്നലെ 3 പ്രാവശ്യം കണ്ടും കുളിച്ചത്ര, അതും പറഞ്ഞ് നിൽക്കുക. ഞാനാണെങ്കിൽ വീടോ പിന്നെ ഉരുളക്കുപ്പേരി പോലെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. പിന്നെ മാവ് കുഴക്കണണ്ട് അപ്പം വരും. അവൾക്ക് കുഴയ്ക്കണം, പരത്തണം, ഉരുട്ടണം, ഇതൊക്കെയാണ്. എനിക്കാണെങ്കിൽ അവൾ വരുമ്പോഴേ ഞാൻ ഓടിക്കും. പിന്നെ കൈയൊന്നും കഴുകുകയില്ല, എന്താണ്ടും ക്ലേ ആണെന്നാണ് വിചാരം. പിന്നെ പച്ചപ്പൊടി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ. യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. എന്നിട്ട് സ്വന്തമായിട്ട് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ആശാത്തി. പിന്നെ ഒരു കണക്കിന് ഞാൻ ഉന്തിത്തള്ളി ഇപ്പൊ കുളിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താവോ എന്തോ. മോളെ പറഞ്ഞു വിട്ടപ്പോഴേക്കും അടുത്ത ആളെത്തിയിട്ടുണ്ട്. എനിക്ക് ചക്ക മുറിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നൈപുണ്യമുള്ള ഭാര്യ എന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കുകയാണ്. ഞാൻ അതിലൊന്നും വീണില്ല. പിന്നെ എനിക്ക് ചക്ക തിന്നാനുള്ളതുകൊണ്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ ചക്കച്ചോള ഞാനത് ഇത്രയും ചക്കച്ചുള പ്ലേറ്റിൽ കാണുന്നില്ലെങ്കിൽ അതൊക്കെ എൻ്റെ വയറ്റിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ബാക്കി ഒരു സെറ്റ് ഇടിയപ്പം കൂടി ഉണ്ടാക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതൊക്കെ ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് അന്നിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തേ. പിന്നെ ഞാൻ തലേ ദിവസം കുറച്ച് മുന്തിരി വാങ്ങിച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുന്തിരിയും പിന്നെ ഈ ചക്കയൊക്കെ ഇനി ബോക്സിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അത് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മഞ്ഞ് വന്നു. ഇനി ഇതൊക്കെ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ച് അപ്പോൾ അവൾ എന്നെ അത് ചെയ്തോളാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ എന്നാൽ ചെയ്തോട്ടെ, എൻ്റെ പണി കുറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ ഇനി ഉച്ചയ്ക്ക് ചോറും കറിയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അതിൻ്റെ പണിയൊക്കെ തുടങ്ങി. എന്നപ്പോൾ ചോറും പിന്നെ മത്തങ്ങ എരിശ്ശേരിയും ബീട്രൂട്ട് തോരനും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ അരിയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഞങ്ങളുടെ ബാൽക്കണിയിൽ വന്നിരുന്നേ. അപ്പോൾ അന്നി വെള്ളം ഒഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കാൻ തുടങ്ങി. ഞാനപ്പോഴേക്കും ബാക്കി കുറച്ച് മുന്തിരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മുന്തിരിയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ചക്കയൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ വിശപ്പൊക്കെ പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ അടുക്കളയ്ക്ക് പോകുന്നു. വേഗം പണി കഴിക്കണ്ടേ. അന്നിക്കാണെങ്കിൽ അമ്പാടി ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് April 1 ഇപ്പോൾ ക്ലാസ് തുറക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബുക്കും നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. പഴയ നോട്ട്ബുക്ക് കൊടുത്താൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും അനിയുടെ ഉള്ളിലെ ബിസിനസ് മൈൻഡ് അങ്ങോട്ട് ഉണർന്നു. പിന്നെ അവളുടേതും അല്ലാത്തതായിട്ടുള്ള അവൾക്ക് കിട്ടിയ എല്ലാ നോട്ട്ബുക്കും പെറുക്കിയെടുത്ത് വെയിറ്റൊക്കെ നോക്കാൻ തുടങ്ങി. വെയിറ്റ് കുറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു അവളുടെ വെയിറ്റ് തന്നെ തൂക്കി നോക്കുന്നുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ ഉച്ചയ്ക്ക് എമ്പുരാന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അനിയുടെ യൂണിഫോം വാങ്ങാൻ പോകണം. അങ്ങനെ ഫുൾ ബിസി ഡേ ആണ്. എനിക്ക് എന്തിൻ്റെ കേടായിട്ടാണെന്ന് അറിയില്ല. ഇന്നില്ല പരിപാടിയും കൂടെ അങ്ങോട്ട് ഏറ്റെടുത്തിരിക്കുക. ഇന്നാണെങ്കിൽ എനിക്ക് ഓഫ് ഡേ ആണ്. എനിക്ക് ഓഫ് ഡേ ഇത്ര ബിസി ആക്കുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. കാരണം എല്ലാ ദിവസവും നമ്മൾ ഓട്ടത്തിലില്ല. അപ്പോൾ ഒരു ദിവസമെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇന്നൊന്നും നടന്നില്ല.
പിന്നെ എങ്ങനെയൊക്കെയോ വേഗം പണിയൊക്കെ തീർത്തിട്ട് ഞാൻ ചോറൊക്കെ കഴിച്ചു. എങ്ങനെയോ വാരി വലിച്ചൊക്കെ കഴിച്ചു വന്നിട്ട്. അപ്പോൾ ചോറിന് പിന്നെ മുള്ള വറുത്തത് ഉണ്ടായിരുന്നു, ഉണക്കമുള്ളനായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കട്ടിത്തൈരും കൂടി ഒഴിച്ചാണ് കഴിച്ചത്. അതൊന്നും കാണിക്കാൻ പറ്റില്ല, സമയം കിട്ടിയില്ല. ഞങ്ങളങ്ങനെ എമ്പുരാൻ കാണാനെത്തി. സിനിമയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ചായയും പിന്നെ ഞാൻ ഉള്ളിവടയാണ് കഴിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അന്നയുടെ യൂണിഫോം വാങ്ങാനായിട്ട് പോയായിരുന്നു. അവൾക്ക് കഴിഞ്ഞ വർഷം വരെ ഫ്രോക്കായിരുന്നു, അപ്പോൾ ഈ വർഷം അത് സ്കേർട്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ എൻ്റെ രാവിലത്തെ ഇടിയപ്പം മുട്ടക്കറി ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, അതൊക്കെ കഴിച്ചു. എനിക്കാണെങ്കിൽ നാളെ വെളുപ്പിന് 4 മണിക്കാണ് സൈൻ ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വേഗം യൂണിഫോം കഴിയുകയും ചെയ്തു. ഞങ്ങൾ കിടന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഈ സൺഡേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.